ഹൈക്ക്. ഒട്ടുമിക്ക 90s കിഡ്സിനും ഹൈക്ക് എന്ന മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ ഒരു വികാരം തന്നെയായിരുന്നു. ഒരു കാലത്ത് വാട്സപ്പിനേക്കാൾ കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്ത ഈ ആപ്ലിക്കേഷൻ എന്തുകൊണ്ട് ഷട്ട് ഡൗൺ ചെയ്തു? അത് അവരുടെ നെഗറ്റീവ്സ് ഓർ ലിമിറ്റേഷൻസ് കാരണമാണോ? അല്ല, മറിച്ച് അവരുടെ പോസിറ്റീവ്സ് തന്നെയായിരുന്നു അതിനുള്ള കാരണം. വിചാറ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയി 2012 എയർടെൽ ഫൗണ്ടറിന്റെ മകൻ കവിൻ ഭാരതി ലോഞ്ച് ചെയ്ത ഈ ആപ്ലിക്കേഷൻ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ യുവാക്കളിൽ ട്രെൻഡിങ് ആയി. ആൻഡ് യു നോ വാട്ട്, 2016 എത്തിയപ്പോഴേക്കും ഇതിന്റെ വാല്യുവേഷൻ 1.2 ബില്യണിലേക്ക് എത്തി. അന്ന് വരെ ഒരു മെസ്സഞ്ചർ ആപ്പിൽ കാണാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഹൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ഇത് തന്നെ അവരുടെ നഷ്ടത്തിലേക്ക് നയിച്ചു. അന്നത്തെ ഒരു ആവറേജ് ഫോൺ സ്റ്റോറേജിന് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു ഇതിന്റെ മെമ്മറി. കൂടാതെ ഓരോ ക്വാർട്ടറിലും പുതിയ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് യൂസേഴ്സിനെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആൻഡ് കൺവീനിയന്റ് ആയ വാട്സപ്പിലേക്ക് എല്ലാവരും മാറാൻ തുടങ്ങി. മികച്ച ഫീച്ചേഴ്സ് ആണെങ്കിലും ഇതൊക്കെ ലോഞ്ച് ചെയ്യും മുമ്പ് യൂസേഴ്സ് ബിഹേവിയർ ഒന്ന് സ്റ്റഡി ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ദേ വുഡ് ഹാവ് സസ്റ്റെയിൻഡ്. ഇതുപോലെ ഒരു കാലത്ത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്ന ആപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യൂ. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോവേഴ്സ്.